അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ദീന് പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ യുവാക്കളിലും യുവതികളിലുമൊക്കെ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് ടാറ്റൂയിങ്. അത് പെർമനൻറ്റുമാകാം, ടെമ്പററിയുമാകാം. ടാറ്റൂയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണക്കാർ തിരിയാൻ പച്ച കുത്തുക. കയ്യിലൊക്കെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ ചിത്രങ്ങൾ, ചില ചിഹ്നങ്ങൾ, പേരുകൾ, കയ്യൊപ്പുകൾ, ഇതൊക്കെ പച്ച കുത്തിയിട്ട് പല ആളുകളിലും കാണാറുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വിധി അത് പച്ചകുത്തൽ ഹറാമ് തന്നെയാണ്. അത് മഹാപാതകമാണ്. അത് ടെമ്പററി ആണെങ്കിലും പെർമനൻ്റ് ആണെങ്കിലും താൽക്കാലികമാണെങ്കിലും സ്ഥിരമായിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ സംഭവിച്ചത് അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അത് ആ കുത്തിയത് പച്ച കുത്തിയതിനെ വിദഗ്ധനായ ഡോക്ടറെ കണ്ടുകൊണ്ട് അത് ഒഴിവാക്കിപ്പിക്കണമെന്നാണ്. എന്നാൽ ഒരാൾ ജീവിതകാലത്ത് അങ്ങനെ കുത്തിക്കഴിഞ്ഞു, പച്ച കുത്തിയിട്ടുണ്ട്. അദ്ദേഹം അന്ന് ഒരു മുസൽമാനായിരുന്നില്ല. ഇസ്ലാമൊക്കെ വന്നപ്പോൾ ഇതൊന്നും പാടില്ല എന്ന് ഉസ്താദുമാർ, പണ്ഡിതന്മാർ പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം ഇനി എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ചു. വിദഗ്ധനായ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ കുത്തപ്പെട്ട ഈ ടാറ്റൂയിങ് അത് എടുത്തു മാറ്റിയാൽ ഞരമ്പ് സംബന്ധമായ പ്രശ്നം അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായ പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ആ പച്ചകുത്തൽ എടുത്തു മാറ്റേണ്ടതില്ല. അദ്ദേഹം അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ഖേദിച്ചു മടങ്ങുക. ഇത്തരം സാഹചര്യത്തിൽ ആ പച്ചകുത്തലോടുകൂടെ തന്നെ അദ്ദേഹം നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇസ്ലാം അങ്ങനെയാണ്. ഒരാൾക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വരത്തക്കുന്ന ഒരു നിയമവും ഇസ്ലാം പാസ്സാക്കിയിട്ടില്ല. അങ്ങനെയല്ലാതെ അങ്ങനെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ശരീരത്തിന് വേറെ പ്രശ്നങ്ങൾ വരുന്നു എങ്കിൽ അദ്ദേഹം അത് ഒഴിവാക്കണ്ട. അങ്ങനെ അവൻ ഇബാദത്ത് ചെയ്യട്ടെ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്ന വിഷയം, ഇത് ചെയ്യരുത്. ചെയ്യാത്ത ആളുകൾ ഇതിനു വേണ്ടി മെനക്കെടരുത്. നമുക്ക് മരിച്ചു പോകണ്ടേ, ഖബറിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടേ, അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടെത്തണ്ടേ. മുത്തുനബിൻ്റെ അടുത്ത് ചൊല്ലുമ്പോൾ നബി തങ്ങൾ നിരോധിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റസൂലുള്ളാഹിനെ കാണുമ്പോൾ അവിടുത്തെ ഷഫാഅത്തിന് വേണ്ടി നമ്മൾ വരി നിൽക്കുമ്പോൾ താടിയും മീശയുമൊക്കെ കറുപ്പിച്ചവരെ, അതുപോലെ റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് ഒഴിവാക്കി താടിയൊക്കെ വടിക്കുന്നവരെ, മുത്തുനബിയുടെ ഇത്തിബാഇനെ നിങ്ങൾ മാറ്റിയില്ലേ? അത് ചെയ്യരുത് സഹോദര. അത് ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെ പോകണം. അതുകൊണ്ടാണ് വിജയം ലഭിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.